ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എൽസ മരിയ. ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. നീണ്ട 7 വർഷത്തിൻ്റെ ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ സ്വന്തം സംരംഭമായ ലിസ്ബത്ത് ഗ്യാലറിയെക്കുറിച്ച്. നമുക്ക് കിട്ടാവുന്ന ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ തരം ജ്വല്ലറികളും ഇന്ന് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ജ്വല്ലറി കളക്ഷൻസ് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ കസ്റ്റമൈസേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൾക്കാർ അവരുടെ ഡിസൈൻസ് അയച്ചു തരും. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. M.Com പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു മോനുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റ് ജോലികളൊന്നും എനിക്ക് എൻ്റെ കാര്യത്തിൽ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയമുണ്ട്. അപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇറങ്ങിയത്. ആദ്യം ഞാൻ ഹോം ഡെക്കറാണ് ചെയ്തിരുന്നത്. പക്ഷെ അതും പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ഭാഗമായിട്ടുള്ള ജ്വല്ലറി മേക്കിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. കുഞ്ഞിലേ തൊട്ട് ജ്വല്ലറി ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കളക്ഷൻസ്, ഞാൻ ഇടുന്ന ജ്വല്ലറീസ് ബാക്കിയെല്ലാം എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഇഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള ചിന്തയിലെത്തി. അങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ തുടക്കം. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കുറച്ച് എൻ്റെ ജ്വല്ലറീസ് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് ജർമ്മൻ സിൽവറിൻ്റെ ഒരു ചോക്കറാണ്. ജർമ്മൻ സിൽവർ എന്താണെന്ന് പലർക്കും സംശയം ഉണ്ടാവും. അതായത് സിൽവർ എന്ന ഒരു മെറ്റൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൈസ്ഡ് ആണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇത് ഡിഫറെൻ്റ് ഒരു അലോയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്കൊരു സിൽവർ ലുക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ചോക്കറാണ്. ഓക്കെ, ചോക്കറും നെക്ലസും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. വിത്ത് ഒരു അഡ്ജസ്റ്റബിൾ ത്രെഡാണ്. അപ്പോൾ നമുക്ക് പാർട്ടി വെയറിനൊക്കെയും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണിത്. ഇത് ജർമ്മൻ സിൽവറിൻ്റെ തന്നെ മറ്റൊരു മാലയാണ്. ഇതിൽ കുറച്ച് സ്റ്റോൺസ് വരുന്നുണ്ട്. ഓക്കെ, ഒരു മൾട്ടി കളർ ഗ്രീനും റൂബി കളർ സ്റ്റോൺസ് വരുന്ന ഒരു മാലയാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഒരു ജർമ്മൻ സിൽവർ നെക്ലസ് ആണ്. റൂബി സ്റ്റോൺസ്, സിന്തറ്റിക് ആയിട്ടുള്ള റൂബി സ്റ്റോൺസ് വരുന്നതാണ്. ഇതും കമ്മലോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെയും പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു ജർമ്മൻ സിൽവർ മാലയാണ്. ചിലവർക്ക് പെൻഡൻറ്റ് വരുന്ന രീതിയിലുള്ളത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണത്. ഇതും കമ്മലോടുകൂടി തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് സ്റ്റോൺസ് ആണ് വരുന്നത്. ഒരു പെൻഡൻറ്റ്, ഡിറ്റാച്ചബിൾ അല്ലാത്ത ഒരു പെൻഡൻറ്റുമായിട്ടാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു മാലയാണത്. ഇതിൻ്റെ കമ്മലും മോതിരവും ബാംഗിൾസും നമ്മുടെ കയ്യിലുണ്ട്. ഗുങ്കുരു ആണ് വരുന്നത്. ഇതിനകത്ത് ചെറിയ ഗുങ്കുരു ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗുങ്കുരു ബീഡ്സ് വളരെയധികം ട്രെൻഡിങ് ആണ്. നമ്മുടെ ഇവിടേക്കും വളരെ ചുരുക്കമായിട്ട് കിട്ടുന്ന ഒരു കളക്ഷനിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെൻഡിങ്ങും എപ്പോഴും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണിത്. ഇത് ഒരു ജർമ്മൻ സിൽവർ മാലയാണ്. സിമ്പിളായിട്ട് എന്നാൽ ലോങ് ആയിട്ടും ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി വെയർ, അതേ സമയം തന്നെ നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജർമ്മൻ സിൽവർ മാലയാണ് ഇത്. ജർമ്മൻ സിൽവർ എന്ന ഒരു കൺസെപ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതിൻ്റെ അറ്റത്തൊരു പെൻഡൻറ്റ്, വലിയൊരു പെൻഡൻറ്റ് വരും. സൈഡിൽ സിമ്പിളായിട്ടുള്ള ചെയിൻ വരും. എല്ലാവരും, ഏത് പ്രായക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മാലയാണിത്. ജർമ്മൻ സിൽവർ എന്ന കൺസെപ്റ്റിൽ നമുക്ക് ആൻറ്റിക് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. അതായത് സിൽവർ കളർ ഇഷ്ടമല്ലാത്തവർക്ക്, അതായത് ഗോൾഡിനോട് ചേർത്തിടാൻ പറ്റുന്ന ആൻറ്റിക് ഷെയ്ഡ് ആണ് വരുന്നത്. ഈ മാല ആൻറ്റിക് ഷെയ്ഡിൽ വരുന്നൊരു മാലയാണ്. ഇതും ഒരു അധികം ലോങ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു സൈഡ് സിമ്പിൾ ചെയിൻ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു പെൻഡൻറ്റ് വരുന്ന ഒരു മാലയാണ്. ഇതും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അന്നും ഇന്നും എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു മാലയിൽപ്പെട്ടതാണിത്. ഇത് ഒരു ലെയേർഡ് ബീഡഡ് മാലയാണ്.
ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് പാർട്ടി വെയർ, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് നാളുകളായി ഈ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ടി വെയർ, കല്യാണങ്ങൾക്കായാലും ബ്രൈഡിനാണെങ്കിലും അല്ലാണ്ട് പോകുന്നവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് മാലയാണിത്. അത് ഇച്ചിരി ലെങ്ത്തിലാണ് വരുന്നത്. ഇത് മറ്റൊരു ബീഡഡ് മാലയാണ്. ഇതിനകത്ത് 2 കളർ വരും, 2 കളർ ബീഡ്സ് വരും. ഇതിനകത്ത് വേറെ കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗ്രീനും ഒരു ക്രീം കളർ ബീഡ്സും ആണ് വരുന്നത്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഇത് പാർട്ടി വെയർ ആയിട്ടാണ് മെയിൻലി കൊണ്ടുപോകുന്നത്. ഒരു സാരി ഇട്ടിട്ട്, ഒരു പ്ലെയിൻ സാരി എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേസമയം തന്നെ ബ്രൈഡ്സും ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചു വരാറുണ്ട്. ഇത് ഒരു ബീഡഡ് മാലയാണ്. നമ്മുടെ അമ്മമാർക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണ്. അമ്മമാർക്ക് മാത്രമല്ല, എല്ലാ ജനറേഷനും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത് കമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് സിന്തറ്റിക് പേള്, ജർമ്മൻ സിൽവർ, ഓണിക്സ് ബീഡ്. ഓക്കെ, ഇങ്ങനെ 3ഉം കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് സാരിയുടെ ഒപ്പവും സൽവാറിൻ്റെ ഒപ്പവും ഒക്കെ ഇടാം. പാർട്ടി വെയർ ആയിട്ടാണ് മെയിൻലി ഇത് പോകുന്നത്. ഇതിൻ്റെ കമ്മലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇത് അഗൈറ്റ് ബീഡാണ്. അഗൈറ്റ് ബീഡ്, അതിൻ്റെ ഇടയ്ക്ക് ജർമ്മൻ സിൽവർ ബോള്, ഒരു ഡിസൈനർ ബോൾ ഇങ്ങനെ വെച്ചിട്ട് വന്നിരുന്ന ഇതൊരു പാർട്ടി വെയർ ആണ്. അമ്മമാരും കോളേജിൽ പോകുന്നവർ, നമ്മൾ മെയിൻലി ഇത് പരിപാടികൾക്ക് പാർട്ടി വെയർ തന്നെയാണ്. കാരണം ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്വൽ എന്നതിന് അപ്പുറം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതും കമ്മലോട് കൂടി തന്നെയാണ് വരുന്നത്. ഇത് ഒണിക്സ് ബീഡിൻ്റെ മാലയാണ്. ഒണിക്സ് ബീഡ്, ഒരു ഡിസൈനർ ബോൾ, ഒരു ജർമ്മൻ സിൽവർ ബോൾ, അങ്ങനെ അത് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഏതൊരു പരിപാടിക്കും സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയാം. അതേസമയം നമ്മുടെ കഴുത്തിൽ നിറഞ്ഞു കിടക്കും. ഇതും ഒരു കമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് ഒണിക്സ് ബീഡിൻ്റെ ഒരു മാലയാണ്. ഇത് ഒരു 2 ലെയർ നെക്ലസ് ആണ് വരുന്നത്. റൂബി, ഗ്രേ, യെല്ലോ, ഗ്രീൻ, ഇത് 4 കളേഴ്സ് വരുന്നതാണ്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ 3 ലെയർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് വരുന്നത് കമ്മലോട് കൂടിയിട്ടാണ്. ഇതും നമ്മുടെ അമ്മമാർക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെമി പ്രഷ്യസ് ബീഡുകളുടെ മാലകളുടെ നല്ലൊരു ശേഖരം തന്നെയുണ്ട്. പല കളേഴ്സിലായിട്ടാണ് വരുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. സെമി പ്രഷ്യസ് ആയിട്ടുള്ള ഒണിക്സ് ബീഡ് ഉണ്ട്, നല്ല പേൾ, അത് ഒറിജിനൽ പേൾ അല്ല, ബട്ട് നമ്മുടെ കയ്യിൽ ഒറിജിനൽ പേളും ഉണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി പേൾസ് ഉണ്ട്, ജർമ്മൻ ഇതുണ്ട്, ഓണിക്സ് ബീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ബീഡ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ നമുക്ക് തരാൻ പറ്റുന്നതാണ്. ഇതാണ് മറ്റ് കളക്ഷനിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന, കുളിക്കുമ്പോൾ മാറ്റണ്ട. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റും, നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇതിനകത്ത് സിമ്പിളായിട്ട് ബീഡ് വരുന്നതുണ്ട്, ഫുള്ളി ബീഡ്സ് വരുന്നതുണ്ട്, ഫുള്ളി ഗോൾഡൻ വരുന്നതുണ്ട്. ഇതിൻ്റെ പല കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് മിനിമം 1 വർഷമെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്. ഇതൊരു പാർട്ടി വെയർ മാലയാണ്. ഇത് ലെയർ ആയിട്ടാണ് വരുന്നത്. ഇതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. ഇത് വരുന്നതിൻ്റെ പാറ്റേൺ അനുസരിച്ച് ആൾക്കാർ ചോദിച്ച് വരുന്നതാണ്. എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ട് വൈറ്റ്, ഇതെല്ലാം സിന്തറ്റിക് ബീഡുകളാണ്. വൈറ്റ്, ഒരു പേസ്റ്റൽ റൂബി, പേസ്റ്റൽ ഗ്രീൻ, ഈ 3 ഷെയ്ഡ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് ലെയേഴ്സാണ്. ഇതിൻ്റെ ലെയർ കുറഞ്ഞതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു പാർട്ടി വെയർ നെക്ലസ് ആണ്. ഇത് ഗോൾഡ് പ്ലേറ്റഡ്, നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഡെയിലി ഇടാൻ പറ്റുന്ന ടൈപ്പ് അല്ല, ഒരു പാർട്ടി വെയർ ആണ്, പ്യുവർലി പാർട്ടി വെയർ ആണ്. ഇതും സിന്തറ്റിക് ബീഡ്സ് ആണ് വരുന്നത്. ഇത് വരുന്നത് മൊണാലിസ സ്റ്റോൺ ആണ്. ഓക്കെ, ഈ ഗ്രീനും ഈ പിങ്കും വരുന്നത് മൊണാലിസ സ്റ്റോൺ ആണ്. ഇത് സിന്തറ്റിക് പേൾ ആണ്. ഇതും പാർട്ടി വെയറിന് നമ്മുടെ അടുത്തുനിന്ന് ആൾക്കാർ നല്ലോണം എടുത്തിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണിത്. വൈറ്റ് എല്ലാവരുടെയും ഒരു പ്രിയങ്കരമായിട്ടുള്ള കളറാണ്. ഏത് ഡ്രസ്സിനോടൊപ്പം ആർക്കും എപ്പോഴും ഇടാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഒരു പാർട്ടി വെയർ കളക്ഷൻസിൽ വന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഡെയിലി വെയർ ടൈപ്പ് അല്ല, അത് പരിപാടിക്ക് ഇടുക, അത് കഴിയുമ്പോൾ സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസ് എല്ലാം നമ്മൾ അങ്ങനെ പരിപാലിച്ചാലാണ് നമുക്ക് കുറേ നാൾ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷൈനിങ്ങോട് കൂടിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇതും ലെയർ ചെയിനാണ് വരുന്നത്. ഇതിൻ്റെ ലെയർ കുറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു സിന്തറ്റിക് പേളും പിന്നെ ഗോൾഡൻ ബീഡ്സും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മുടെ അടുത്തുനിന്ന് വീണ്ടും ചോദിച്ച് ആൾക്കാർ എടുത്തിട്ട് പോകുന്ന ഒരു മാലയാണിത്. ഇത് മറ്റൊരു ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻസ് ആണ്. ഇത് അണ്ടർ വാട്ടർ ആൻഡ് അണ്ടർ സൺ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കളർ പോവില്ല. ഒറിജിനൽ ഗോൾഡ് ഇട്ട് പ്ലേറ്റ് ചെയ്ത് വരുന്നതാണ്. റീപ്ലേറ്റും ചെയ്യാൻ
പറ്റും. റീപ്ലേറ്റിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്, എക്സ്ട്രാ കോസ്റ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പ്ലേറ്റിംഗ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ച് കയറിയ ഒരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു സിമ്പിൾ ചെയിനാണ്. സിമ്പിൾ ചെയിൻ വന്നിട്ട് അറ്റത്ത് ഒരു പെൻഡൻറ്റ് വരും. ഇതിൻ്റെ പല ഡിസൈൻസിലുള്ള പെൻഡൻറ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു ചെയിനാണ്. അണ്ടർ സൺ ആൻഡ് അണ്ടർ വാട്ടർ നമുക്കത് ഉപയോഗിക്കാം. എല്ലാ പ്രായക്കാരും ഒരേപോലെ ചോദിച്ചു വരുന്ന ഒരു ചെയിനാണിത്. നമ്മുടെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പാറ്റേൺ ആണിത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നതാണ് റോസ് ഗോൾഡ് ഏതൊരു ഡ്രസ്സിനൊപ്പം കമ്പൈൻ ചെയ്ത് ഇടാൻ പറ്റുമെന്നുള്ളതാണ് റോസ് ഗോൾഡിൻ്റെ പ്രത്യേകത. ഒരു സിമ്പിൾ പെൻഡൻറ്റ് വന്നിട്ട് 2 സൈഡും ചെയിൻ. അപ്പോൾ ഇത് ഡെയിലി വെയർ ആണ്, അതോടൊപ്പം ട്രെൻഡിങ് ആണ്, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന മറ്റൊരു ചെയിനാണ്. ഇതൊരു പെൻഡൻറ്റ്, ബട്ടർഫ്ലൈ ഡിസൈനിലുള്ള പെൻഡൻ്റ് ആണ്. ഇതിന്മേൽ സ്റ്റോൺസ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതും ഡെയിലി വെയർ ആണ്. അണ്ടർ സൺ ആൻഡ് അണ്ടർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഏതൊരു പ്രായക്കാർക്കും, കുഞ്ഞു കുട്ടികൾ തൊട്ട് ഏതൊരു വയസ്സായവർക്കും ഇടാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാവർക്കും അത് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളറാട്ടോ, അല്ലെങ്കിൽ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഡിസൈനാണ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയും പല ടൈപ്പിലുള്ള വേറെ ഡിസൈൻസ്, വേറെ കളർ ചേഞ്ചസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ മൈക്രോ ഗോൾഡ്. നമുക്ക് റോസ് ഗോൾഡ് ഉണ്ട്, മൈക്രോ ഗോൾഡ് ഉണ്ട്, വൈറ്റ് ഗോൾഡ് ഉണ്ട്. ഇത് വന്നിട്ട് മൈക്രോ ഗോൾഡ്, നമ്മുടെ ഗോൾഡിൻ്റെ കളർ തന്നെയാണ്. ഇതിൽ കുറച്ച് സ്റ്റോൺസ് വന്നിട്ടുണ്ട്, മൾട്ടി കളർ സ്റ്റോൺസും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അണ്ടർ സൺ ആൻഡ് അണ്ടർ വാട്ടർ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിനോടൊപ്പം ഇത് മാച്ച് ചെയ്ത് നമുക്ക് ഇടാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന മറ്റൊരു ചെയിനാണിത്. സിമ്പിൾ ചെയിൻ. അതിൻ്റെ അറ്റത്ത് ഒരു ഡീറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ്, ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പെൻഡൻ്റ് ആണ്. നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെയിനും കൂടിയാണിത്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ടി വെയർ ആണ്, കാഷ്വൽ വെയർ ആണ്, ഓഫീസ് വെയർ ആണ്. ഇതെല്ലാത്തിനും നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് പാർട്ടി വെയർ നെക്ലസ് ആണ്. നമുക്കറിയാം സ്വർണത്തിൻ്റെ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പരിപാടിക്കും പോയി മാല എടുക്കുക അല്ലെങ്കിൽ ഒരു ജ്വല്ലറി എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേസമയം അത് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കാര്യമാണ് നമ്മുടെ കളക്ഷൻസിൽ വരുന്നത്. ഇത് വന്നിട്ട് വൈറ്റ് സ്റ്റോണും റൂബി ജെയ്ഡ് സ്റ്റോണുമാണ്. ഓക്കെ, ഇതും നമുക്ക് കമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, കാലാകാലത്തോളം നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലിയും ആണ്. ഇത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമുക്ക് ഇതിനകത്ത് വരിക ഗോൾഡ് പ്ലേറ്റഡിൽ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1750 ആണ്. 1750ക്ക് ഒരു നല്ലൊരു ഡ്രസ്സോടുകൂടി കമ്പൈൻ ചെയ്ത് വളരെ സുന്ദരിയായിട്ട് നമുക്ക് എന്തൊരു ഫംഗ്ഷനും പോകാവുന്നതാണ്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് നെക്ലസ് ആണ്. ഇത് പാർട്ടി വെയർ പ്ലസ് കാഷ്വൽ വെയർ എന്ന് പറയാം, കാരണം സിമ്പിളായിട്ട് വരുന്ന ഒരു ചെയിനാണ്. ഇത് കമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് കളർ വന്നിട്ട് ബ്ലൂ ആണ്. ഓക്കെ, നേവി ബ്ലൂ ആണ്. ബ്ലൂ സഫയർ സ്റ്റോൺസ് ആണ് ഇതിനകത്ത് വരുന്നത്. ബ്ലൂ സഫയർ ഒറിജിനൽ അല്ല, നമ്മുടെ ഇമിറ്റേഷനിൽ വരുന്ന സ്റ്റോൺസ് ആണ് വരുന്നത്. ഇത് നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1490. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പ്യുവർ ഗോൾഡിൻ്റെ ലുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് എന്നുള്ള ഒരു സെഗ്മെൻറ്റ് വരുന്നുണ്ട്. അത് വന്നിട്ട് ചെട്ടിനാട് കളക്ഷൻസിലേക്കും വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കമ്മലും മാലയും കൂടിയിട്ട് 750 റുപ്പീസേ ആവുന്നുള്ളൂ. പ്രീമിയം മാറ്റ് ഫിനിഷാണ്. നമുക്ക് ജെയ്ഡും റൂബി സ്റ്റോൺസും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകൾ വന്നിട്ട് ഇതൊരു കമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്ന് പറയാം. ഇത് മാറ്റ് ഫിനിഷിൽ വരുന്ന മറ്റൊരു മാലയാണ്. അതിന് വരുമ്പോൾ നമുക്ക് അറ്റത്തൊരു പെൻഡൻറ്റ് വരും. ഓക്കെ, അപ്പോൾ പെൻഡൻറ്റ് സിന്തറ്റിക് പേൾസ് ഉണ്ട്, റൂബി ഉണ്ട്, ജെയ്ഡ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റോൺസ് ആണ് വരുന്നത്. ഇതും പറഞ്ഞ ചെട്ടിനാട് കളക്ഷൻ്റെ കളറാണ് വരുന്നത്. പ്രീമിയം മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് ഹംപിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിൽ പോകാൻ ഈ കളക്ഷൻസ് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചോദിച്ച് വരുന്ന ഒരു പാറ്റേൺ ആണ് ചോക്കർ. ഇത് ഒരു ചോക്കറാണ്. ഇത് മാറ്റ് ഫിനിഷാണ്. ഇത് നടുക്കൊരു പെൻഡൻറ്റ് വരുന്നു. ഇതൊക്കെ സിന്തറ്റിക് സ്റ്റോൺസ് ആണ്. അതിൻ്റെ കമ്മലുണ്ടെങ്കിൽ സെറ്റായിട്ടാണ് വരുന്നത്. റേറ്റ് വന്നിട്ട് 690 റുപ്പീസാണ്. എല്ലാ ഡ്രസ്സിനോടൊപ്പം മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളറാണ് പേളിൻ്റെ കളറ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്കറിലും പേൾസ് അവൈലബിൾ ആണ്. ഇത് ഒരു ചോക്കർ ആയിട്ട് യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ഒരു നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് സെറ്റായിട്ടാണ് വരുന്നത്. കമ്മലും മാലയും സെറ്റായിട്ട് വരുന്നതാണ്. സിമ്പിൾ പേൾ ചെയിൻ്റെ നടുക്ക് ഒരു പെൻഡൻറ്റ് വരുന്നു. അതിന് മാച്ചിങ് ആയിട്ട് ഇയർ റിംഗ് വരുന്നു. ഇതൊരു ഗ്രീൻ സ്റ്റോൺ ആണ്. അതിന് ചുറ്റും നമുക്ക് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺസ് ഉണ്ട്. ഇതിൻ്റെ വേറെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് കുറച്ച്
ക്രിസ്റ്റൽ ബീഡഡ് നെക്ലസ് ആണ്, ചെയിൻസ് ആണ്. ഇത് ഒരു അഡ്ജസ്റ്റബിൾ ത്രെഡാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. 8 ലെയേഴ്സിൻ്റെ ആണ്. ഇത് പല കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് കുറച്ച് നല്ല ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും പല എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ നോക്കിയിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ നോക്കിയിട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് അഡ്ജസ്റ്റബിൾ ത്രെഡ് ആയതുകൊണ്ട് തന്നെ കയറ്റിയിടുകയോ ഇറക്കിയിടുകയോ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് ലോങ് ചെയിനാണ്. ഇത് വന്നിട്ട് ഇതിന് റൂബി സ്റ്റോൺസ് ഉണ്ട്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു എലഗൻറ്റ് ആൻഡ് സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് അവരുടെ ഫേവറേറ്റ്സ് ആണ്. ഇത് നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. കാലാകാലത്തോളം റീപ്ലേറ്റ് ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ചെട്ടിനാട് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഗോൾഡ്, റിയൽ ഗോൾഡിൻ്റെ ലുക്ക് വേണ്ടാത്തവർക്ക് ഒരു ചെട്ടിനാട് കളക്ഷൻ, ഒരു ഡള്ളായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിൻ്റെ കളറാണ് ഇതിനകത്ത് വരിക. ഇത് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ഒരു വലിയൊരു പെൻഡൻ്റ്, അതൊരു ടെമ്പിൾ കളക്ഷനാണ്. ഓക്കെ, ഒരു ദേവിയുടെ ഫിഗർ ഉണ്ട് ഇവിടെ. അതിന് ചുറ്റും സ്റ്റോൺസ് ഉണ്ട്. നമുക്ക് ക്രിസ്റ്റൽ, സെമി പ്രഷ്യസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ് ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് സിമ്പിൾ ചെയിനുമയാണ്. അതിനൊപ്പം ക്ലബ് ചെയ്ത് വന്നിരിക്കുന്നത് ജുംക്കയാണ്. അപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണിത്. ഞാൻ ബിസിനസ് ചെയ്യുന്നത് മെയിൻലി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യും, ഫോട്ടോയും അതിൻ്റെ റേറ്റും അതിൻ്റെ മെറ്റീരിയൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ട് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ മെയിൻലി നടക്കുന്നത് എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ്. അതുകൂടാണ്ട് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ഷൻസ് കാണാം. നമ്മൾ എവിടെ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് ഷിപ്പ് ചെയ്ത് കൊടുക്കും. ഇന്ത്യയും ഔട്ട് ഓഫ് ഇന്ത്യയും നമ്മൾ കൊറിയർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.